ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഈദ് സ്പെഷ്യലായിട്ട് നമ്മൾ അടിപൊളി ബട്ടർ സ്കോച്ചിൻ്റെ പുഡിങ്ങാണ് റെഡിയാക്കി എടുക്കുന്നത്. നമുക്കിത് പാർട്ടികളിൽ സെർവ് ചെയ്യാനും അതേപോലെ വീട്ടിലേക്ക് ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടു നോക്കാം. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടു നോക്കിയാലോ. അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ബ്രൗൺ ഷുഗറാണ്. കാരമലിന് നല്ലൊരു കളറും കൂടെ കിട്ടും. പിന്നെ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. നമുക്കിത് ഇതിലേക്ക് ഇതാ 1 ടേബിൾ സ്പൂൺ വെള്ളം ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് മെൽറ്റായി വരട്ടെ. ഒരു 50 ഗ്രാം ബട്ടർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ നല്ല പോലെ ഒന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ ഇതാ ഏകദേശമൊക്കെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ബട്ടറൊക്കെ നല്ല പോലെ അങ്ങ് മെൽറ്റായി വന്നിട്ട്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം കയ്യിലുള്ളവർക്ക് വിപ്പിംഗ് ക്രീം ചേർക്കാം, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമാണ് ചേർത്തെടുക്കുന്നത് കേട്ടോ. ഒരു 1/2 കപ്പോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഒരു 2 ഡ്രോപ്പ് നമുക്കിതിലേക്ക് കൊടുക്കാം. നല്ല പോലെ ഒന്ന് തണുത്ത് വരട്ടെ. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണ് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ല പോലെ ഒന്ന് കാരമലായി വരട്ടെ. കാരമലായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് പീനട്ട്, നിങ്ങൾക്ക് ബദാമോ പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പീനട്ടാണ് എടുക്കുന്നത്. നല്ല പോലെ ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏതാ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പോളം വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിൽ വെച്ചതാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നേരത്തെ നമ്മളൊന്ന് പുറത്ത് വെച്ചെടുത്താലും മതിയാവും. ഇനി നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ എടുക്കാം. ഫുഡ് കളർ എസൻസും കൂടെ ഒരു ഡ്രോപ്പ് കൊടുക്കാം. അവിടെ നല്ല പോലെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ ഒരു സ്പാച്ചിൽ നിന്ന് വീഴാത്ത രീതിയിൽ വേണം നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മുടെ പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ എല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി. ഞാൻ ഇതേപോലെ എല്ലാ ബ്രെഡും നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാനിതൊരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കട്ട് ചെയ്തെടുത്ത ഈ ഒരു ബ്രെഡ് നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി എടുത്ത നമ്മുടെ ഈ ഒരു സോസിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത നമ്മുടെ പീനട്ട് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് പൊടിഞ്ഞു പോയിട്ടില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതിൻ്റെ മീതക്ക് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റും കൂടെ ആയിരിക്കും. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ഈ ഒരു വിപ്പിംഗ് ക്രീം നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഒരു ലെയർ നമ്മളിവിടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും അതേപോലെ തന്നെ
ബ്രെഡ് ഒന്ന് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ക്രീമൊക്കെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതേപോലെ കുറച്ച് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്, ഒരു കാർഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് ഒന്നിങ്ങനെ വലിച്ച് കൊടുക്കാം. ബട്ടർ സ്കോച്ച് പുഡിങ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു മാക്സിമം 1 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.